ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊരു 10 ദശലക്ഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോവുകയാണ്. നിങ്ങളൊരു കടലിൻ്റെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരു 15 മീറ്റർ നീളമുള്ള ഒരു നീലത്തിമിംഗലം നീന്തി കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ നീലത്തിമിംഗലം എന്തോ കണ്ട് പേടിച്ചതുപോലെ വളരെ പെട്ടെന്ന് നീന്തുന്നുണ്ട്. അതിൻ്റെ പിന്നിലേക്ക് നിങ്ങൾ നോക്കിയപ്പോൾ ഒരു വലിയ ഷാർക്ക് അതിനെ ആക്രമിക്കാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ താമസിക്കാതെ തന്നെ ആ ഷാർക്ക് ആ നീലത്തിമിംഗലത്തെ ആക്രമിക്കുന്നു. അതിൻ്റെ പല്ലിൻ്റെ വലിപ്പം ഒരു മനുഷ്യൻ്റെ കൈയിനേക്കാൾ വളരെ വലുതാണ്. അതിൻ്റെ കടിയുടെ ശക്തി ഒരു കാറിനെ പോലും വളരെ നിസ്സാരമായി തകർത്ത് കളയും. അതാണ് മെഗലോഡോൺ. ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തരായ സമുദ്ര വേട്ടക്കാരിൽ ഒരാൾ. മെഗലോഡോണിൻ്റെ അസ്ഥികൂടം ഇതുവരെ പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ല. കാരണം ഷാർക്കുകളുടെ ശരീരം പ്രധാനമായും മൃദുവായ കാർട്ടിനേജ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് എളുപ്പത്തിൽ നശിച്ചു പോകും. പക്ഷെ പല്ലുകൾ മാത്രം ഫോസിലുകളായി നിലനിൽക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് മെഗലോഡോണുകളുടെ പല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പല്ലുകളാണ് ശാസ്ത്രജ്ഞർക്ക് മെഗലോഡോണിൻ്റെ വലിപ്പവും അവയുടെ ജീവിത രീതിയുമൊക്കെ മനസ്സിലാക്കാൻ സഹായിച്ചത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വേട്ടക്കാരനായ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന് ഏകദേശം 6 മീറ്റർ വരെ നീളമുണ്ട്. പക്ഷെ മെഗലോഡോണിന് 18 മുതൽ 20 മീറ്റർ വരെ നീളമുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് 24 മീറ്റർ വരെ എത്തിയേക്കാമെന്നാണ്. ഒരു ജീവി ഇത്രയും വലുതാകുമ്പോൾ അത് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു മല പോലെയായിരിക്കും തോന്നുക. ശാസ്ത്രജ്ഞരുടെ കണക്കുകൾ പ്രകാരം മെഗലോഡോണിൻ്റെ ഒരു ബൈറ്റിൻ്റെ ശക്തി ഏകദേശം 1,00,000 ന്യൂട്ടണിൽ കൂടുതലാണ്. അതായത് മനുഷ്യൻ്റെ കടിയുടെ ശക്തി ഏകദേശം 1300 ന്യൂട്ടനാണ്. സിംഹത്തിൻ്റെ കടിയുടെ ശക്തി 4500 ന്യൂട്ടൺ. ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിൻ്റെ കടിയുടെ ശക്തി എന്ന് പറയുന്നത് 18,000 ന്യൂട്ടനാണ്. അപ്പോൾ മെഗലോഡോണിൻ്റേത് 1,00,000 ന്യൂട്ടണിൽ കൂടുതൽ. മെഗലോഡോണിന് വലിയൊരു ശരീരമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണവും ഇതിന് ഒരു ദിവസം കൺസീവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ നീലത്തിമിംഗലങ്ങളെയും വലിയ ഡോൾഫിനുകളെയും ഒക്കെയാണ് കൂടുതലും മെഗലോഡോണുകൾ വേട്ടയാടിയിരുന്നത്. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ചില തിമിംഗലങ്ങളുടെ ഫോസിലുകളിൽ മെഗലോഡോൺ പല്ലുകളുടെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നീലത്തിമിംഗലങ്ങളെ മെഗലോഡോണുകൾ വേട്ടയാടിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ്. ഇന്നത്തെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ സാധാരണയായി വേട്ടയാടുന്ന സമയത്ത് ആക്രമിക്കാൻ പോകുന്ന ഇരയുടെ വയറിൻ്റെ ഭാഗത്തായിരിക്കും ആദ്യം കടിക്കുക. പക്ഷേ മെഗലോഡോൺ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തരാണ്. മെഗലോഡോണുകൾ ആദ്യം ആക്രമിക്കുന്നത് ഇരയുടെ വാലിൻ്റെ ഭാഗത്തായിരിക്കും. വാലിൻ്റെ ഭാഗത്ത് ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ഇരയ്ക്ക് പിന്നെ നീന്താൻ കഴിയില്ല. അതിനുശേഷമായിരിക്കും മെഗലോഡോണുകൾ അവയുടെ വയറിൽ ആക്രമിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഇവ ഫോളോ ചെയ്യുന്നത്. മെഗലോഡോണിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഏകദേശം 2 മുതൽ 4 മീറ്റർ വരെ നീളമുണ്ടാകും. അത് ഇന്നത്തെ പല പ്രായപൂർത്തിയായ ഷാർക്കുകളെക്കാളും വലുതാണ്. ജനിച്ച ഉടൻ തന്നെ അവ വേട്ടക്കാരായി മാറുകയും ചെയ്യും. ഇത്രയും ശക്തരായിട്ടുള്ള ഈ ഷാർക്കുകൾക്ക് എങ്ങനെയായിരിക്കും വംശനാശം സംഭവിച്ചിട്ടുള്ളത്? അതിന് ശാസ്ത്രജ്ഞർ പറയുന്ന പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം സമുദ്രത്തിൻ്റെ തണുപ്പ്. മെഗലോഡോണുകൾ ചൂടുള്ള വെള്ളത്തിലാണ് ജീവിക്കുന്നത്. കാലാവസ്ഥ മാറിയപ്പോൾ താരതമ്യേന സമുദ്രത്തിൻ്റെ ചൂട് കുറഞ്ഞു, തണുപ്പ് കൂടാൻ തുടങ്ങി. അതോടുകൂടി ഇവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശങ്ങൾ വളരെ കുറഞ്ഞു. രണ്ടാമത്തെ കാരണം നീലത്തിമിംഗലങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അതോടുകൂടി ഇവയുടെ പ്രധാന ഭക്ഷണവും കുറയാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രധാന പ്രശ്നം ഓർക്കകൾ പോലുള്ള ബുദ്ധിശക്തിയുള്ള വേട്ടക്കാർ വളർന്നു. അവ കൂട്ടമായി ആക്രമിക്കാൻ തുടങ്ങി. മെഗലോഡോണുകൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഓർക്കകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സമയത്ത് മെഗലോഡോണിന് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഇതൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്ന പ്രധാനമായ 3 കാര്യങ്ങൾ. ഇന്നും മെഗലോഡോൺ ജീവിച്ചിരിപ്പുണ്ടോ? സോഷ്യൽ മീഡിയയിൽ നമുക്ക് പലതരത്തിലുള്ള വീഡിയോസും കാണാൻ പറ്റും. വലിയ ഷാർക്കിനെ കണ്ടതായിട്ടും മെഗലോഡോണുകൾ ക്യാമറയിൽ പതിഞ്ഞതായിട്ടുമൊക്കെ. പക്ഷേ ശാസ്ത്രീയമായിട്ട് ഇതുവരെ മെഗലോഡോണുകൾ ജീവിച്ചിരിക്കുന്നതായിട്ട് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അതിനർത്ഥം മെഗലോഡോണുകളുടെ വംശം പൂർണ്ണമായി നശിച്ചു എന്ന് തന്നെയാണ്.